സാറേ ക്യാരക്ടർ നേരെയാവുന്നില്ല, ഒരുപാട് കള്ളം പറയുന്നു, എന്ത് പറഞ്ഞാലും അതിൻ്റെ നേരെ എതിരാണ് അവൻ ചെയ്യുന്നത്, വലിയ പ്രശ്നമാണ്, വലിയ കുഴപ്പമാണ്, സ്കൂളിലും കുഴപ്പമാണ്, വീട്ടിലും കുഴപ്പമാണ്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പരിഹരിക്കാനായിട്ട് ബോർഡിങ്ങിൽ കൊണ്ടുവിട്ടിട്ട് ബോർഡിങ് തന്നെ കംപ്ലീറ്റ് അടിച്ചു തീർത്ത അവസ്ഥ. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുമായിട്ടാണ് പല കുട്ടികളും ഇന്ന് കടന്നു പോകുന്നത്. പേരൻസ് ആകെ കൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് നട്ടം തിരിയുകയാണ്. ഇതിന് ഒരു സമാധാനമുണ്ട്, പക്ഷേ ആ വഴി ഒരല്പം പഠിച്ച് മുന്നേറേണ്ട ഒരു വഴിയാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികൾ കള്ളം പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ഓവർ എക്സ്പെക്റ്റേഷൻ അവരിലുണ്ടാക്കുന്ന ഒരു പ്രഷർ പലപ്പോഴും ഒരു കള്ളം പറയാൻ പ്രേരിതരാകും. വേറൊരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കുറച്ച് പൊങ്ങച്ചമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ഇമേജ് ഒന്ന് വർദ്ധിപ്പിച്ച് നിർത്താൻ വേണ്ടി അവർ പലതരത്തിലുള്ള കള്ളങ്ങളും നടക്കാത്ത പല കാര്യങ്ങളുമൊക്കെ വളരെ ഗംഭീരമായിട്ട് അവർ അവതരിപ്പിച്ചു വന്നിരിക്കും. ഇനിയും ഈ അക്കാഡമിക് എക്സ്പെക്റ്റേഷൻ കൂടുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും അതിൻ്റെ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ കള്ളത്തിലേക്ക് പോകുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അപ്പോൾ കുട്ടികൾ കള്ളം പറയാനായിട്ട് ഒരിക്കലും ലോകത്ത് ജനിക്കുന്നില്ല. ഒരു കുട്ടിക്ക് ഒരു കള്ളനായി മാറാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. പലപ്പോഴും പേരൻസ് കുട്ടികളിൽ അമിതമായ സമ്മർദ്ദം ചെലുത്തുമ്പോൾ, അമിതമായൊരു സ്റ്റാൻഡേർഡ് വയ്ക്കുമ്പോൾ, അമിതമായി കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേറെ വഴിയില്ല. ഒരുപക്ഷെ ഇതൊരു സർവൈവലിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കുട്ടി അത്തരം ഒരു ടൂള് എടുക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം നമ്മൾ കുട്ടികളെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയാണ്, ഫോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കള്ളത്തിൽ നിന്ന് കുട്ടികളെ മാറ്റിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ കുട്ടിയുടെ ഒരു സ്റ്റാൻഡേർഡ്, ആ കുട്ടിയുടെ ഒരു ആ അവസ്ഥയെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാകണമെങ്കിൽ അവിടെ മാതാപിതാക്കൾക്കുണ്ടാകേണ്ട ഒരുപാട് റീഫോംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഉയരത്തിൽ നിൽക്കണം. ഈ അമിതമായ പ്രഷറൊക്കെ കൊടുക്കുന്ന പേരൻസിനെ നോക്കുമ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ വളരെ ലോയാണ്. അപ്പം ഞാൻ ഇന്ന് സംസാരിച്ച ഒരാൾ അവർ പറഞ്ഞൊരു കാര്യം, സാറേ ഒരു മോനെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ജോലി പോലും കളഞ്ഞിട്ട് അവൻ്റെ പുറകിന് അവനെ പഠിപ്പിക്കാനായിട്ട് നടക്കുകയാണ്. പക്ഷേ നമ്മൾ ജോലിയൊക്കെ കളഞ്ഞ് വരുമ്പോൾ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് ജോലി കളഞ്ഞ് വരുന്ന ഒരമ്മ പിന്നെ അമ്മയായി മാറിയില്ലെങ്കിൽ വലിയ അപകടമാണ്. കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന പല ആൾക്കാർക്കുള്ളൊരു കുഴപ്പം, അവർ വീട്ടിലൊരു കോർപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ടാർജറ്റ് വയ്ക്കുക, ഭയങ്കര ഷെഡ്യൂളിങ് നടത്തുക, അതുപോലെ തന്നെ റിട്ടേൺസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. അപ്പം കുട്ടികളെ വളർത്തുന്നത് തന്നെ ഒരു കോർപ്പറേറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ കുട്ടികളിൽ വളരെ റിജിഡായിട്ടുള്ള ടാർജറ്റുകളൊക്കെ വെച്ച് അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനാണെന്നും പറഞ്ഞ് അവരോടുള്ള ജെനുവിനിറ്റിയും കൂടെ കളഞ്ഞ് നമ്മളവരെ കൂടുതൽ പ്രഷറിലാക്കും. അപ്പോൾ ആ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. അവിടെ നമ്മൾ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഉടനെ റിസൾട്ട് കാണിക്കുന്ന ഒരു സാധനമല്ല ഹ്യൂമൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഒരു ഇൻഎക്സാക്റ്റ് സയൻസാണ്. ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതൊരു എക്സാക്ട് സയൻസ് അല്ല. 10+10 = 20 എന്ന് പറയുന്ന പോലെ ഒരു മാത്തമാറ്റിക്സോ സയൻസോ അല്ല ഹ്യൂമൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ എന്ന് പറയുന്ന ഒരുപാട് ഇമോഷൻസ് കൂടെ ചേർന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഈ കോർപ്പറേറ്റ് ലെവലിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എൻജിനീയറിങ് കൈൻഡ് ഓഫ് തിങ്കിങ്ങോ ഡിസൈൻ തിങ്കിങ് ഇതൊന്നും അവിടെ വർക്കാവില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒരു പരിപാടിയും വർക്കാവില്ല. എല്ലാം അവിടെ ചിലപ്പം താത്തു വയ്ക്കേണ്ട വരും. ഒരു ഭൂലോകം മണ്ടനോ മണ്ടിയോ ആകേണ്ട വരും. അവിടെ ആദ്യം അങ്ങ് തോക്കാൻ തയ്യാറാവണം. ആദ്യം അവിടെ വന്നങ്ങ് സറണ്ടർ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ഭവനത്തെ അതിൻ്റെ ബ്യൂട്ടിയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെയൊക്കെ അതിൻ്റെ യഥാർത്ഥ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഇന്ന് സംഭവിക്കുന്നത് എന്താ, കുട്ടികളെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെയുള്ള കുറേ കോർപ്പറേറ്റ് ജാർഗൻസൊക്കെ വെച്ച് പഠിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവരുന്നതൊക്കെ ലൈഫിൽ വലിയ ഫെയിലിയറാണ്. ചിലരൊക്കെ ഭയങ്കര സ്മാർട്ടാണെന്നാണ് അവർ തന്നെ വിചാരിക്കുന്നത്. പക്ഷേ അവരെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ എന്താ പറയുന്നതെന്ന് അറിയണമെങ്കിൽ ഒരു 100 രൂപ കൊടുത്തൊരു ബംഗാളി അങ്ങോട്ട് വിട്ട് എല്ലാവരോടും ഒന്ന് ചോദിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. ഒന്നുമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ വളരെ ഓർഗാനിക്കായിട്ട് സമീപിച്ചാൽ നമ്മുടെ മക്കളും അങ്ങനെ അതിനെ സമീപിക്കും. ഒരാൾ എന്നോട് പറഞ്ഞത്, സാറേ ഞാൻ ഈ ബിഹേവിയറിനെ കുറിച്ച് എപ്പോഴും അവനോട് പറയും, അവന് മനസ്സിലാകുന്നില്ല. ബിഹേവിയറിനെ കുറിച്ച് പറയണ്ട, നമ്മളൊന്ന് നന്നായി ബിഹേവ് ചെയ്താൽ മതി. കുട്ടി അന്നേരം ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ ഇതുപോലുള്ളൊരു ബിഹേവിങ് ആണോ ഞാൻ പഠിക്കേണ്ടത്? അവിടെയല്ലേ പ്രശ്നം കിടക്കുന്നത്. പല പേരൻസിൻ്റെയും പലപ്പോഴും അമ്മമാരാണ് വിളിക്കുന്നത്. അവിടെ തന്നെ ഒരു വലിയ ദുരന്തം ഒളിച്ചിരിപ്പുണ്ട്. കുട്ടികളുടെ കാര്യമില്ല, ഏതാണ്ട് അമ്മ ബിസിനസ്സാണെന്നാണ് നമ്മുടെ നാട്ടിലെ അച്ഛന്മാരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പേരൻറ്റിങ് ഈസ് നോട്ട് എ ജെൻഡർ മാറ്റർ ഓർ ജെൻഡർ ഇഷ്യൂ. പേരൻറ്റിങ്ങിൽ ഒരു ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഫാദർ മുമ്പോട്ട് ഇറങ്ങി വരണം.
നമുക്ക് കുട്ടികളെയൊക്കെ കുറ്റം പറയാൻ എളുപ്പമാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ സ്കൂൾസ് ബ്ലെയിം പാരൻസ്. ഈ ഏത് സ്കൂളുകളാണ് പേരൻറ്റിനെ ബ്ലെയിം ചെയ്യുന്നത്? വീക്ക് സ്കൂളാണ്. എത്ര വലിയ ഇൻ്റർനാഷണൽ ബോർഡ് വെച്ചാലും കുട്ടികളെക്കുറിച്ച് പേരൻറ്റിനോട് എപ്പോഴും നിങ്ങൾക്ക് പരാതി മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങളൊരു പുവർ സ്കൂളാണ്. അതുപോലെ തന്നെ ഈ പേരൻറ്റ്സ് ബ്ലെയിം സ്കൂൾസ്. അപ്പോൾ ഇത് അവരും വീക്കാണ്. ഈ വീക്കായിട്ടുള്ള പേരൻറ്റ് സ്കൂളിനെയും ബ്ലെയിം ചെയ്തിരിക്കുക, ഈ വീക്കായിട്ടുള്ളവരെല്ലാം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. സ്ട്രോങ് ആയിട്ടുള്ളവരെന്ത് ചെയ്യും? ദേ ടേക്ക് ചാർജ്. വീട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം കാണുമ്പോൾ പെട്ടെന്ന് മോൻ്റെ ഒരു വിഷയമാണ്, ഉടനെ തന്നെ അപ്പൻ അവിടേക്ക് വരുന്നു. അപ്പന് സമയമില്ലെന്നാണ് പറയുന്നത്. അപ്പന് പിന്നെ എന്തിനാണ് സമയം? നിങ്ങൾ ഈ ഓടിക്കടന്ന് ഈ സമ്പാദിക്കുന്നതൊക്കെ അവിടെ അവസാനം ഈ തലക്കടി കൊണ്ട് ചാവാനാണെങ്കിൽ എന്ത് പ്രയോജനം? നമ്മളൊന്ന് സമാധാനമായിട്ടിരുന്ന് ആ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു കുട്ടിക്കൊരു പ്രോബ്ലം വരുമ്പോൾ ആ കുട്ടിയുടെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അമ്മമാരുടെ പലരുടെയും പ്രശ്നം, അമ്മമാർ മൾട്ടി ടാസ്കിങ് ചെയ്ത് അവർ ഭയങ്കര ഹൈലി സ്ട്രെസ്ഡാണ്. അപ്പോൾ അവർക്കൊരിക്കലും റിലാക്സ്ഡ് ആയിട്ട് കുട്ടികളുടെ അടുത്ത് ഇടപെടാനായിട്ട് പറ്റുന്നില്ല. അവരുടെ മെൻ്റൽ ഹെൽത്ത് ലോ ആണെങ്കിൽ അവർ ആങ്സൈറ്റി കൊണ്ടും സ്ട്രെസ്സ് കൊണ്ടും ഫിയർ കൊണ്ടും ഒക്കെ ദേ പ്രഷർ ദ ചൈൽഡ്. ഇതെല്ലാം ഒന്ന് കുറയ്ക്കണേ എന്ത് വേണം? അവിടെ ഫാദർ എന്ന് പറയുന്ന ആൾ അമ്മയെ റിലാക്സ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെയാണ് ഇത് പോകേണ്ടത്. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഫാദർ അമ്മയ്ക്ക് കംഫോർട്ടബിൾ ആക്കി കൊടുക്കുമ്പോൾ അമ്മ കുഞ്ഞുങ്ങളെ കംഫോർട്ടബിൾ ആക്കും. അല്ലെങ്കിൽ അവിടെ ഒരു ടീം വർക്ക് ചെയ്യണം, ഒരു ടീം ഡൈനാമിക്സ് അവിടെ ഉരുത്തിരിഞ്ഞ് വരണം. ഇതൊന്നും ഉണ്ടാവണില്ല. നമ്മുടെയൊക്കെ ഫാമിലിയിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുക. ചീപ്പ് പീപ്പിൾ ബ്ലെയിം. അതിന് ഒരു സംശയവും വേണ്ട. ഒന്ന് ചീപ്പ് പീപ്പിളാണ്, വേറൊന്ന് പേഷ്യൻസാണ്, അല്ലെങ്കിൽ അവർ രോഗികളാണ്, മാനസിക ആരോഗ്യമില്ലാത്തവരാണ്. അങ്ങനെയുള്ളവരെല്ലാം കുട്ടികളെ ബ്ലെയിം ചെയ്യുക. അവൻ്റെ സ്വഭാവം ശരിയല്ല. സ്വഭാവത്തിലല്ല പ്രോബ്ലം. നമുക്കൊരു നല്ല സ്വഭാവം ആ കുട്ടിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നമ്മളെ കാണുമ്പോൾ ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് വരാനുള്ളൊരു അഭിമാനം തോന്നണം. അതാണ് പ്രധാനം. അതുണ്ടാവുന്നില്ല. സൈക്കോളജിക്കലായിട്ട് നമ്മളിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് എല്ലാം അവസാനം കുട്ടിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പോൾ വേറൊരു അമ്മ എന്നോട് പറഞ്ഞത്, സാറേ മോന് 5 വയസ്സേ ഉള്ളൂ, അമ്മയാണ് വളർത്തുന്നത്, ഞങ്ങൾ വീക്കെൻഡ് ചെല്ലുമ്പോൾ അവൻ ഞങ്ങളോടങ്ങ് ഭയങ്കര വയലൻസാണ്. സ്വാഭാവികമല്ലേ? ഈ പ്രായം ചെന്ന അമ്മയാണോ ആ കുട്ടിയെ വളർത്തേണ്ടത്? ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിൽ കുട്ടിയെ കൊടുത്തിട്ട് നടക്കുന്നതിന് ഒരു ലോക ഉടായിപ്പല്ലേ? മക്കളെ വളർത്തേണ്ട അപ്പനും അമ്മയാണ്. ഒരു ഷോർട്ട് പീരീഡിലേക്കൊക്കെ വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒന്ന് നിങ്ങളൊന്ന് സെറ്റിൽഡ് ആകാൻ വേണ്ടിയൊക്കെ ഒരു ഷോർട്ട് പീരീഡിൽ അങ്ങേയറ്റം 1 വർഷം വരെയൊക്കെ ഒരു ഗ്രാൻഡ് പേരൻ്റെ കയ്യിൽ കുട്ടിയെ കൊടുക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ വെച്ച് നോക്കാം. പക്ഷേ ഇതൊരു പദ്ധതിയാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെയല്ലല്ലോ വേണ്ടത്. വിളിച്ച ആളെന്ന് പറയുന്നത് ഒരു നാഷണലൈസ്ഡ് ഓർഗനൈസേഷൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവർക്കൊക്കെ എന്തും വേണ്ടി ശമ്പളം കിട്ടുന്നുണ്ട്. കുറച്ച് രൂപ കൊടുത്ത് അവരുടെ കൂടെ തന്നെ ആ കുട്ടിയെ നിർത്തി ആ കുട്ടിയെ നോക്കാൻ ഒരാളിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർക്കും അങ്ങനെ ഒരാൾക്കൂടെ ജോലി കിട്ടുന്നു. ഈ പൈസ മുഴുവൻ കൊണ്ടുപോയി അങ്ങ് RD ഇടാനും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുമാണ് പ്ലാനെങ്കിൽ അവസാനം കുട്ടിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റും കാണില്ല. കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അവരുടെ പേരൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരം വലിയ കുട്ടികളിലാണ് അന്നേരം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അന്നേരം ഷെയറിലും ബാങ്കിൽ FD ഇടാനും ഒന്നും അല്ല നോക്കേണ്ടത്. ആ കിട്ടുന്ന പൈസ കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കി അവരെ ഓർഗനൈസ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു ബേസിക് സ്റ്റേജ് അവർ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫൗണ്ടേഷണലായിട്ട് അവർ സ്ട്രെങ്തോടുകൂടി ആ ബേസിക് സ്റ്റേജ് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ കുറേ കൂടെ പിന്നീട് അവർക്ക് വലിയ അറ്റൻഷൻ വേണ്ടി വരില്ല. അവരെ ആദ്യം എക്വിപ്പ് ചെയ്യുക. പിന്നെ ഓരോ ചൈൽഡിനും ഡിഫറൻസ് ഉണ്ട്. ഒരു ചൈൽഡ് ഗ്രാൻഡ് പേരൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് പോയെന്ന് പറഞ്ഞ് വേറൊരു ചൈൽഡ് അങ്ങനെ പോകണമെന്നില്ല. ഒരു ചൈൽഡിനെ നമ്മൾ വളർത്തിയപ്പോൾ അത് വളരെ അമിക്കബിൾ ആയിരുന്നു എന്നും പറഞ്ഞ് വേറൊരു ചൈൽഡ് അങ്ങനെ പോകണമെന്നില്ല. ഓരോ കുട്ടിക്കും കിട്ടുന്ന ജെനറ്റിക്സ് ഡിഫറൻ്റ് ആണ്. ഓരോ കുട്ടിയും ആ എൻവയോൺമെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. ഓരോ കുട്ടിക്കും എന്താണ് വേണ്ടത് അത് കൊടുക്കുന്നതിൻ്റെ പേരാണ് പേരൻറ്റിങ്. സ്ട്രോങ് പേരൻസ് ടേക്ക് ചാർജ് ഓഫ് ദ സിറ്റുവേഷൻ. അല്ല അവർ വല്ലവരെയും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. സാറിനെ ഒന്ന് കാണാനായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ആലോചിക്കുകയാണെന്നാണ് വേറൊരു പേരൻറ്റ് പറഞ്ഞത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരെങ്കിലും പോയി കാണുക. 4 വർഷമൊന്നും ആരും കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ആ കുട്ടിയുടെ പ്രോബ്ലം എല്ലാം ആ കുട്ടിയുടെ ക്യാരക്ടറായി തന്നെ മാറുന്നു. കുട്ടികളിൽ നല്ല ബിഹേവിയർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ബിഹേവിയറിനാണ്. ഇത് മാർക്കിൻ്റെ പേരിൽ വഴക്ക്, ഗ്രേഡിൻ്റെ പേരിൽ വഴക്ക്, കുട്ടിയുടെ പെർഫോമൻസ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത പേരൻസ്, ഇത് കാണുമ്പോൾ തന്നെ ആ കുട്ടിക്ക് കിട്ടുന്നൊരു ഐഡിയ ഉണ്ട്. അബദ്ധവശാൽ ഒരു നല്ല മാർക്ക് കിട്ടി വരുമ്പോൾ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് കൊണ്ടെങ്കിലേ ഇവിടെ രക്ഷയുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി എന്താ ചെയ്യണം? ബാക്കി മുഴുവൻ ഉടായ്പ കാണിക്കാൻ തുടങ്ങും, കണ്ടെഴുതാൻ തുടങ്ങും, പിന്നെ എഴുതിക്കൊണ്ടുപോയി മാൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് കൊച്ചു കൊച്ചു കുറ്റവാളികൾ രൂപപ്പെടുന്നത്. കൊച്ചു കൊച്ചു കുറ്റവാളികളെ താലോലിച്ചാണ് നമ്മൾ വലിയ
പിന്നെ ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നത്. ചെറിയ പ്രായത്തിലെ അവരായിരിക്കുന്നു, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ വേറൊരു ചോദ്യമുണ്ട്, സാറേ ഈ പഠിക്കാത്ത പിള്ളേരെയൊക്കെ നാളെ എന്ത് ചെയ്യും? അങ്ങനെയൊന്നുമില്ല. പഠിച്ച പിള്ളേരാണെങ്കിലും പഠിക്കാത്ത പിള്ളേരാണെങ്കിലും അവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവരെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഓരോരുത്തരും വലിയ ആൾക്കാരാവുന്നത്. ഇപ്പം ചെറിയ പ്രായത്തിൽ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായ ധാരാളം കുട്ടികൾ പിന്നീട് വളരെ മിടുക്കരായിട്ടുണ്ട്. ആരാണ് ആ മിടുക്കരായവർ? ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് നല്ല സ്ട്രോങ് പേരൻസ് ഉണ്ടായിരുന്നു. അവരുടെ വീഴ്ചകളിലും കുറവുകളിലും താഴ്ചകളിലും ഒക്കെ അവരെ അതിലൂടെ ലേൺ ചെയ്യിച്ച് അവരെ സ്ട്രോങ്ങറാക്കി റീഫോം ചെയ്യാൻ കഴിയുന്ന നല്ല പേരൻസും നല്ല ടീച്ചേഴ്സും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ മിടുക്കരായത്. എന്നാൽ ആദ്യമേ മിടുക്കരായിരുന്ന, ഭയങ്കര ഗിഫ്റ്റഡ് ആയിരുന്ന, വളരെ ടാലൻറ്റഡ് ആയിരുന്ന പലരും പിന്നീട് ആ പെർഫോമൻസ് സസ്റ്റെയിൻ ചെയ്യാതെ താഴെ വീണിട്ടുണ്ട്. എന്താ കാര്യം? അവർക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ ഇല്ല. പഠിക്കാനുള്ള കഴിവും ടാലൻറ്റും എക്സലൻസും മാത്രമേ ഉള്ളൂ. അവർക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല, അവർക്ക് സ്കിൽസ് ഉണ്ടായിരുന്നില്ല, സാഹചര്യങ്ങളെ നേരിടാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. അങ്ങനെ പല ഫാക്ടേഴ്സ് അവരിൽ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങളുടെ കുട്ടി ഏറ്റവും വലിയ മിടുക്കനാണോ, ഏറ്റവും മിടുക്കില്ലാത്ത ആളാണോ, ഇതൊന്നും അല്ല വിഷയം. നിങ്ങളെങ്ങനെയാണ് ആ കുട്ടിയെ റീഫോം ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളിങ്ങിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഞാൻ ഈ സ്കൂളുകളുടെയൊക്കെ അവധിക്കാലത്തുള്ള പല പ്രിപ്പറേഷൻസും നോക്കുകയായിരുന്നു. എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് വീണ്ടും ടീച്ചേഴ്സിനെ എല്ലാം ലെസൺ പ്ലാനിലും സിലബസിലും അങ്ങനെ ടൈറ്റായിട്ട് നിർത്താനാണ്. കുട്ടിയെ മനസ്സിലാക്കാൻ, കുട്ടികളുടെ വളർച്ചയെ മനസ്സിലാക്കാൻ, അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും മനസ്സിലാക്കാൻ ഒന്നുമുള്ള യാതൊരു പരിശീലനങ്ങളും ഇല്ല. എങ്ങനെ കൂടുതൽ അവൻ്റെ തലയ്ക്കകത്തോട്ട് കുത്തിക്കയറ്റാം. അതാണ് ഈ നാട് മുഴുവൻ ഭ്രാന്തന്മാരുണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. ഇതെല്ലാം സ്കൂളുകളിൽ ട്രെയിനിങ് ആയിട്ട് നടക്കുന്നത്. നമുക്ക് സിലബസ് ഒക്കെ വേണം, വേണ്ടാന്നല്ല. നമുക്ക് കുട്ടികൾ പഠിക്കണം, നോളജ് വേണം. ബട്ട് ബിയോണ്ട് ദാറ്റ് ദർ ആർ സർട്ടൺ തിങ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഓർ അതർവൈസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കുറച്ച് നോളജ് മാത്രമല്ല. ഇറ്റ് ഈസ് ദ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ചൈൽഡ്. ആ ഭാഗത്ത് എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ആരാണ് ഇവരെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്, നയിക്കുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ അതിശയമാണ്. പിന്നെ സംസ്ഥാനത്തെ സ്കൂളുകളിലൊക്കെ സിലബസ് പ്രിപ്പറേഷൻ ഒക്കെ നടക്കുകയാണ്. എന്തോന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 2 ഡിജിറ്റുള്ള 2 സംഖ്യകൾ കൂട്ടാൻ അറിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ പകുതി കുട്ടികൾക്കും ഒന്നും അറിയില്ല. ആ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? അവരെ എങ്ങനെയാണ് ഒരു അറിവിലേക്കും കഴിവിലേക്കും ഒക്കെ നയിക്കേണ്ടത്? അതിനവരെ സ്വാധീനിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു നിർത്തുകയാണ്. ഈ പറഞ്ഞ എല്ലാ അമ്മമാരുടെയും വിഷയത്തിലെ ഒരു കോമൺ ഫാക്ടർ ഞാൻ പറയാം. സ്ട്രൈക്ക് ആൻ ഇമോഷണൽ കോഡ് വിത്ത് എ ചൈൽഡ്. കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മാറ്റണമെങ്കിൽ കുട്ടികളുമായിട്ട് നമ്മൾ ഇമോഷണലി അടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പുസ്തകമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കണം. നിങ്ങളുടെ ഷെഡ്യൂളുകളും പ്ലാനുകളും പദ്ധതികളും ഒക്കെ മാറ്റിവെക്കണം. കുഞ്ഞുമായിട്ട് മാനസികമായി അടുക്കുക, വൈകാരികമായി എടുക്കുക, നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അവനൊരു ആഗ്രഹം ഉണ്ടായിരിക്കുക. നമ്മുടെ കണ്ണിൽ നോക്കിയാൽ അവനൊരു പരിരക്ഷയുണ്ടെന്നുള്ള ഒരു ചിന്ത അവന് സമ്മാനിക്കാൻ കഴിയുക. കുഞ്ഞിലൊരു പ്രത്യാശയും സന്തോഷവും സുരക്ഷിതത്വ ബോധവും ഒക്കെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇന്ന് അവൻ്റെ വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ കൺസേണുകളിലേക്ക് അവനും ചിന്തിച്ചു തുടങ്ങും. ഇവിടുന്നാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആരംഭം. അല്ല ബലം കൊണ്ടൊന്നും നടക്കില്ല, വിരട്ടി നടക്കില്ല, പല തന്ത്രങ്ങൾ കൊണ്ട് നടക്കില്ല. ഇന്ന് അതൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അതൊക്കെ വെറുതെയാണ്, അതൊന്നും നടക്കില്ല, അതൊക്കെ ബാക്ക് ഫയർ ചെയ്യും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുട്ടിക്ക് ആ പേടിയെല്ലാം പോയെടുത്ത് ഒറ്റ ഏറെറിയും, അതോടെ എല്ലാം കഴിയും. ഇത് അത്തരത്തിലുള്ള മണ്ടപ്പണിക്കൊന്നും പോകരുത്. പേരൻറ്റിങ് ഗൈഡൻസ് പലർക്കും ആവശ്യമാണ്. നല്ലൊരു പേരൻ്റ് ആവണേ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് വേണം. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്തരം ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ പേരൻസിന് നല്ല ഗൈഡൻസ് ആവശ്യമാണ്. അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്ക് എല്ലാം അറിയാവുന്നതാണ് നമ്മുടെ ധാരണ. നമുക്കൊന്നും അറിയില്ല സത്യത്തിൽ. കാരണം ഇത് സയൻസ് ഒന്നും അല്ല, ഇത് ടെക്നോളജി ഒന്നും അല്ല, ഇത് കണക്കൊന്നും അല്ല, ഇത് വലിയ ഡോക്ടറേറ്റ് ഒന്നും വേണ്ട കാര്യമൊന്നുമല്ല. ഇത് വളരെ ജൈവമായ ചില കാര്യങ്ങളാണ്. ഹൗ ടു സ്ട്രൈക്ക് ആൻ ഇമോഷണൽ കോഡ് വിത്ത് യുവർ ചൈൽഡ്, ഹൗ ടു ട്രാൻസ്ഫോം എ ചൈൽഡ്, ഹൗ ടു ഇൻഫ്ലുവൻസ് എ ചൈൽഡ്. അധ്യാപകർ തന്നെ ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞാലേ ആ കുട്ടിയെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുള്ളൂ. സിലബസ് മാത്രം കവർ ചെയ്താൽ പോരാ, ആ കുട്ടിയുടെ ഹൃദയത്തെയും കൂടെ കവർ ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പം അത്തരത്തിൽ വലിയ വലിയ ചില കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് ചില ചെറിയ കാര്യങ്ങളിലൂടെയാണ് അത് മുമ്പോട്ട് നയിക്കേണ്ടത്. അപ്പം അതിനൊക്കെ ചില പരിശീലനങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യമാണ്. അധ്യാപകർക്ക് ആവശ്യമാണ്, മാതാപിതാക്കൾക്ക് ആവശ്യമാണ്, പേരൻസ് പ്രത്യേകം. കാരണം അവനവൻ്റെ കുഞ്ഞുങ്ങളെ വേറെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇതൊന്നും അറിയാത്ത പഴയ കാലത്തെ ഗ്രാൻഡ് പേരൻറ്റിൻ്റെ കയ്യിൽ കുട്ടിയെ കൊടുത്തിട്ട് രക്ഷപ്പെടാം. വേറൊരാൾ കാണിച്ചൊരു വലിയ പരിപാടി എന്നാന്ന് വെച്ചാൽ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടാൽ രക്ഷയാവുന്നു. ഇപ്പം ബോർഡിംഗ് സ്കൂളിൽ നിന്നും എടുത്തു കളഞ്ഞു, എല്ലായിടത്തു നിന്നും എടുത്തു കളഞ്ഞു, കുട്ടി കംപ്ലീറ്റ് ആയിട്ടും ക്രിമിനലായി മാറി.
ബോർഡിംഗ് സ്കൂളൊന്നും ഇന്നത്തെ കാലത്ത് ഇതിനുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്താൽ പിന്നെ എല്ലാം അതും വെച്ചങ്ങ് ഇപ്പോൾ കാറ്റടിച്ച് വിട്ട് കഴിഞ്ഞാൽ അങ്ങ് പറന്ന് പൊക്കോളും. ഒന്നുമില്ല. ആപ്റ്റിറ്റ്യൂഡ് കൊണ്ടൊന്നും അല്ല കുട്ടികൾ ഇന്ന് വിജയിക്കുന്നത്. അവർക്കൊരു ഫൗണ്ടേഷണൽ സ്ട്രെങ്ത് വേണം. അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സമഗ്രമായ ഒരു വളർച്ചയിലേക്ക് അവരെ നയിച്ചാൽ അവരിലുള്ളത് കൊണ്ട്, അവരിലുള്ള റിസോഴ്സസിനെ ട്രേഡ് ചെയ്ത് അവർ ജീവിതത്തിൽ വിജയിച്ചുകൊള്ളും. വേറൊന്നും അവർക്ക് നിങ്ങൾ കൊടുക്കണ്ട. ആ ഫൗണ്ടേഷണൽ കാലഘട്ടം എന്ന് പറയുന്നത് പേരൻസ് വളരെയധികം ജൈവമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അവിടെ നമ്മുടെ എൻജിനീയറിങ്ങും മെഡിസിനും ഒന്നും നടക്കില്ല. അവിടെ വേണ്ടത് നല്ല അച്ഛനെയും നല്ല അമ്മയുമാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങൾക്കത് നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് നല്ല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചർച്ചയിലേക്ക് പേരൻസിൻ്റെ, അധ്യാപകരുടെയൊക്കെ ഒരു വലിയ കൂട്ടം എത്തിയതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. കഴിയുന്നത്ര നിങ്ങൾ മറ്റുള്ളവർക്കൂടി ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതായിരിക്കും എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സഹായം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.